ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജിൽ കയറി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സ്റ്റേജിൽ കയറുന്നത് തന്നെ സാക്ഷ്യം പറയുന്നത്. ഞാനൊരു ഓർത്തഡോക്സ് സഭ അംഗമാണ്. എന്നിട്ട് പോലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സാക്ഷ്യം പറയാനൊക്കെ വരുന്നത്. എൻ്റെ പേര് റിൻസി. ഞാൻ ചെങ്ങന്നൂർ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാൻ മെയിൻ കാരണം എൻ്റെ മമ്മിയാണ്. കാരണം മമ്മി ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പം എൻ്റെ അനിയൻ്റെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു മമ്മി ഉടമ്പടി എടുത്തത്. അതിൽ വലിയ അത്ഭുതമാണ് ഈശോയും മാതാവും നടത്തി തന്നത്. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാൻ മെയിൻ കാരണം എൻ്റെ OET എക്സാമിന് വേണ്ടിയായിരുന്നു. അപ്പം ഞാൻ സൗദിയിൽ വെച്ച് തന്നെ ഞാൻ കംപ്ലീറ്റ്ലി റിസൈൻ ചെയ്തിട്ട് ഫൈനൽ എക്സിറ്റ് അടിച്ചായിരുന്നു ഞാൻ പോയത്. അപ്പം OET പാസ്സാകുമെന്നോ ഞാൻ പോകുമെന്നോ എനിക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമായിരുന്നു. ചെറുപ്പം തൊട്ടേ ഞാൻ പള്ളിയിൽ പോകും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു. മമ്മി എൻ്റെ അടുത്ത് വന്നപ്പോഴേ പറഞ്ഞു, മോനെ ഉടമ്പടി പോയി എടുക്ക്, എന്നിട്ട് കുഞ്ഞ് എഴുതിയാൽ മതി, അപ്പം ദൈവം വലിയൊരു അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാനപ്പം ഈ ഒരു എക്സാം പാസ്സാവണമെങ്കിൽ എൻ്റെ യുക്തിയാണ് ആദ്യം പോയത്. ആദ്യം നന്നായി പ്രിപ്പയർ ചെയ്യുക. കാരണം ഞാൻ സൗദിയിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് OET അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ എൻ്റെ 4 മൊഡ്യൂൾസിൽ ഒരു മൊഡ്യൂളായ റീഡിങ്ങിന് എനിക്ക് പോയായിരുന്നു. എനിക്ക് C ആയിരുന്നു കിട്ടിയത്. ബാക്കി എല്ലാ മൊഡ്യൂൾസിലും B ആയിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ അധികം വേണ്ടത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല OETക്ക്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു, ശരി, ചിലപ്പോൾ ദൈവം എനിക്കത് തരാഞ്ഞത്, ഞാൻ വേണ്ടത്ര എഫേർട്ട് അതിലെടുത്തുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കും ദൈവം എനിക്കത് തരാഞ്ഞെന്നായിരുന്നു എൻ്റെ ഒരു തോട്ട്. അപ്പം മമ്മി ഇതുപോലെ പറഞ്ഞപ്പോഴും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഈശോയോടും മാതാവിനോടും ഒക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എൻ്റെ എക്സാമിന് പോകുന്നത്. അപ്പം ഞാൻ OET അജ്നോറയിലാണ് ഞാൻ കോഴ്സ് അറ്റൻഡ് ചെയ്ത് 3 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പോയത്. അവിടെ ചെന്ന് ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നന്നായി ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുന്നത് തന്നെ. നന്നായിട്ട് എഫേർട്ട് എടുക്കാൻ തുടങ്ങി. അതായത് രാവിലെ ഇരിക്കും, വൈകുന്നേരമൊക്കെ, ഉച്ചയ്ക്ക് ഒരു ആഹാരം, അല്ലെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, ആ ഒരു ഇടവേളയല്ലാതെ ബാക്കി എല്ലാ സമയവും ഞാൻ ഇതിനു വേണ്ടി നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് ഞാൻ പഠിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ പഠിച്ചിട്ടില്ല. ഇത്രയും നാൾ ഇവിടെ വരെ എത്തുന്നിടം വരെയും ഞാനങ്ങനെ പഠിച്ചിട്ടില്ല. OETയിൽ എൻ്റെ കംപ്ലീറ്റ് എഫേർട്ട് ഞാൻ ഇടുകയാണ്, എന്നിട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പം മമ്മി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് റീഡിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാനങ്ങനെ ടെക്സ്റ്റ് വായിക്കോ പത്രം വായിക്കോ അങ്ങനെയുള്ള ഒരു ശീലം എനിക്കില്ല. അങ്ങനെയുള്ളവർക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു മൊഡ്യൂൾ പാസ്സായി എടുക്കുക എന്നുള്ളത്. കാരണം അത് ടൈം ഫ്രെയിം വെച്ചിട്ടുള്ള ഒരു എക്സാമാണ്. 15 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നെ പോലുള്ളവർക്ക്. അപ്പം ഞാൻ മമ്മിയോട് പ്രത്യേകം പറയായിരുന്നു, മമ്മി പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രത്യേകം വെച്ച് പ്രാർത്ഥിക്കണം. പിന്നെ എനിക്ക് ഒരു ധൈര്യമില്ലായ്മയാണ്. അതായത് റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് തരുമ്പോൾ തന്നെ എന്നെ വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് എക്സാം എഴുതാൻ ധൈര്യമില്ല. മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോ, ഈ വട്ടം നല്ല ധൈര്യമായിരിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല, നീ പാസ്സാകും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുകയാണ്, ഞാൻ ഇത്ര എഫേർട്ട് എടുത്തുകൊണ്ട് ഞാൻ പാസ്സാകും, എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഭയങ്കര ഇതാണ്, ഞാൻ പാസ്സാകും എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. എന്നിട്ട് പോയി എക്സാം എഴുതി. റിസൾട്ട് വരുമ്പോൾ എനിക്ക് ടെൻഷനൊന്നും ഇല്ല. കാരണം എനിക്കറിയാമല്ലോ ഞാൻ പാസ്സാകും എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ. അപ്പം റിസൾട്ട് വന്നപ്പം ശരിക്കും പാസ്സായി. എനിക്ക് റീഡിങ്ങിന് C+ ആയി, ബാക്കി എല്ലാ മൊഡ്യൂൾസിലും B ആയി. പക്ഷേ അതെൻ്റെ അയർലൻഡ് സ്കോറാണ്. അപ്പോൾ എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ UK പോവുക, ലണ്ടനിൽ പോയി വർക്ക് ചെയ്യുക, ഇതാണ് എൻ്റെ ഡ്രീം. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. ജയിച്ചതിൻ്റെ സന്തോഷമില്ല, നന്ദി പറച്ചിലില്ല, ഒന്നുമില്ല. ഈശോയോട് ദൈവമേ നീ എനിക്ക് എന്തുകൊണ്ട് തന്നില്ല എന്നുള്ളൊരു പരാതി പറച്ചില്ലായി. അപ്പം മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്നും ചെയ്യണ്ട, നീ ആദ്യം പോയി ഉടമ്പടി എടുക്കുക, ദൈവം നിൻ്റെ ആഗ്രഹം നിനക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ആഗ്രഹം ദൈവം നിനക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം ഞാനും മമ്മിയും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒരുങ്ങി തന്നെയാണ് വന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പം ഞാൻ മമ്മിയോട്, മമ്മി നമ്മളെങ്ങനെ പോകും, കൃപാസനം വരെ എത്തണ്ടേ? അപ്പോൾ മമ്മി പറഞ്ഞു, ദൈവം അതൊക്കെ നടത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സമയമായപ്പോൾ എല്ലാം റെഡിയായി. ഞങ്ങളിവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ കയറിയപ്പോൾ തന്നെ, അതായത് ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അങ്ങോട്ട് പോകുന്നത്. കയറി ചെന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ, എൻ്റെ തലച്ചോറിൽ ഒക്കെ ഇരുന്ന് ആരോ സംസാരിക്കുകയാണ്, മോളെ നീ പാസ്സാകും, നീ നോക്കിക്കോ, നിൻ്റെ 4 മൊഡ്യൂൾസിൽ നിനക്ക് B ഗ്രേഡ് കിട്ടി, നീ പാസ്സാകും, അത് നീ വിത്തിൻ 3-4 മാസത്തിനുള്ളിൽ, അതായത് മാർച്ചാണ് ഞാൻ ഡെഡ് ലൈൻ തരുന്നത്, അതിനുള്ളിൽ നീ പോയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ്. അപ്പം എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് വയ്യ, കരച്ചിൽ വരെ. എനിക്ക് മമ്മിയോട് പറയണോ, ഞാൻ പക്ഷെ പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യമായി അത് പറയണോ എന്നുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പം എനിക്കതറിയാം, എൻ്റെ ഈശോയും എൻ്റെ മാതാവാണ് എന്നോട് സംസാരിച്ചത്, മകളെ നിൻ്റെ കാര്യങ്ങളെല്ലാം ഒരു മുടക്കവും കൂടെ അത് നടന്നിരിക്കും എന്നുള്ളത് എൻ്റെ അടുത്ത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എന്നോട് പറയുകയാണ്. അപ്പം ഞാനിത് ഈ സാക്ഷ്യം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി ആവരുത് ഇവിടെ വരുന്നത്, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടി നിങ്ങളിവിടെ വരിക. കാരണം അച്ഛൻ എപ്പോഴും ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഭൗതികമായ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെക്ക്. ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയുന്നതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും, ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം. അത് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി OETയുടെ എക്സാമിൻ്റെ കാര്യം പറയാം. ഞാനിവിടെ നിയോഗങ്ങൾ വെച്ചപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിച്ച് കിട്ടണമെന്നല്ല എൻ്റെ ആദ്യത്തെ നിയോഗമായി വെച്ചത്. എൻ്റെ നിയോഗമായി ഞാൻ വെച്ചത്, എൻ്റെ ഈശോയെ ഞാൻ ഈ OET തോറ്റാലും എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ലേലും എനിക്ക് പ്രശ്നമില്ല, പക്ഷേ എനിക്കൊരു നെഗറ്റീവ് എൻ്റെ ലൈഫിലേക്ക് വരുമ്പം ഞാൻ നിന്നെ നകന്നു പോകരുത് ഒരിക്കലും.
ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും എന്തൊക്കെ വിഷമങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നാലും ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗമായി ഞാൻ വെച്ചത്. പിന്നെയാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ എൻ്റെ ആവശ്യങ്ങൾ പറഞ്ഞ് ഞാൻ വെച്ചത്. അത് ഞാൻ വെച്ചപ്പോഴെല്ലാം ദൈവമേ നീ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി, അല്ലാതെ എൻ്റെ ഇഷ്ടത്തിനായി നീ തരണ്ട. ഇതെൻ്റെ ആവശ്യം ഞാൻ നിന്നോട് പറയുന്നു, പക്ഷേ നീ അത് എന്നിൽ ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ നിറവേറിയത് നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നീ മാത്രം എനിക്ക് തന്നാൽ മതി എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഇവിടുന്ന് എഴുതി വെച്ച് പോയ എല്ലാ നിയോഗങ്ങളും എനിക്ക് സാധിച്ച് കിട്ടിയെന്ന് തന്നെ ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം 1-2 നിയോഗങ്ങൾ എനിക്ക് ഉറപ്പാണ് സാധിച്ച് കിട്ടുമെന്ന്. കാരണം ഞാൻ പ്രാർത്ഥിക്കുന്നതേ എനിക്കത് സാധിച്ച് കിട്ടി എന്ന് പറഞ്ഞ് നന്ദി സൂചകമായാണ് ഞാനത് പ്രാർത്ഥിക്കുന്നത്. എനിക്കത് സാധിച്ച് തരണേ എന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിലും തടസ്സമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ തടസ്സം, പഠിക്കാൻ നേരം കുറേ തടസ്സങ്ങൾ, പക്ഷേ എല്ലാം ഞാൻ ഓവർകം ചെയ്ത് ഞാൻ എക്സാമിന് പോയി. ഡിലേ ആവുമെന്ന് വിചാരിച്ചു, കറക്റ്റ് സമയത്ത് അവിടെ പോയി എക്സാം എഴുതാൻ പറ്റുമോ വിചാരിച്ചു. അവിടെ എല്ലാം ട്രെയിൻ ലേറ്റ് ആവുന്നു, ഓട്ടോ കിട്ടുന്നില്ല, എക്സാം സെൻറ്ററിൽ എത്താൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ അനിയനും അമ്മയും എൻ്റെ കൂടെ വരും എവിടെ പോയാലും. അപ്പോൾ അവരൊക്കെ എന്നോട് നീ എവിടെ ചെന്നാലും നിനക്ക് തോൽവിയേ ഉള്ളല്ലോ എന്ന് പറഞ്ഞ് അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും ഇല്ല ദൈവം നടത്തി തരും എന്ന് പറയും. അങ്ങനെ കറക്റ്റ് എക്സാമിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് എനിക്ക് ഏറ്റവും പ്രയാസം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ UK പോകാൻ എൻ്റെ റീഡിങ്ങിനും കൂടെ എനിക്കൊരു B സ്കോർ മതി. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ആഗ്രഹമുണ്ട്, എനിക്ക് 4 മൊഡ്യൂൾസിലും B നേടിയെടുക്കണമെന്നുള്ളത്. പക്ഷേ ഞാൻ 4 മൊഡ്യൂൾസിന് വേണ്ടിയും പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ടൈം മൊത്തം എൻ്റെ റീഡിങ് മൊഡ്യൂൾസിന് വേണ്ടിയായിരുന്നു കൊടുത്തിരുന്നത്. അപ്പം പോയിട്ട് എഴുതുന്നവർക്കറിയാം ആദ്യത്തെ മൊഡ്യൂൾ ലിസണിങ് ആണ്. ലിസണിങ് വന്നു, അവരെന്തോ പറഞ്ഞു പോയി, ഞാൻ എന്തൊക്കെയോ അതിൻ്റെ കൂടെ എഴുതി. എനിക്ക് ഒരു ഉറപ്പുമില്ല എൻ്റെ എക്സാമിൽ ഞാൻ എഴുതി കറക്റ്റാണെന്ന്. കാരണം അതിന് മുന്നേ ഉള്ള എക്സാമിൽ എനിക്ക് ഫുള്ള്, അതായത് 25 ക്വസ്റ്റ്യൻ A പാർട്ടിലുണ്ടെങ്കിൽ 25th ഞാൻ എഴുതിയിരുന്നു. എന്നിട്ട് ഞാൻ കറക്റ്റ് 350 എന്നുള്ള സ്കോറായിരുന്നു എൻ്റെ ലിസണിങ്ങിന്. അപ്പം എൻ്റെ മൈൻഡിൽ വരുവാണ്, അന്ന് നീ 25 എണ്ണത്തിൻ്റെ ആൻസർ കറക്റ്റായിട്ട് എഴുതി, ഈ സമയത്തിൽ ഒരെണ്ണത്തിൻ്റെ പോലും ആൻസറിൽ ഒരു ഉറപ്പുമില്ല, പിന്നെ ഞാൻ എങ്ങനെ ജയിക്കും? ഇതാണ് എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ കാശി രൂപവും ഉപ്പും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, ഇതെല്ലാം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എക്സാം എഴുതുന്നതും കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നതും. എന്നിട്ട് എനിക്കറിയാം ഇതിന് ഞാൻ ലിസണിങ്ങിന് ഞാൻ തോക്കുമെന്ന്. എന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്ക് റീഡിങ് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് പോകാനായിട്ട്. എന്നാലും നമ്മുടെ ഒരു ആഗ്രഹം അവിടെ സ്റ്റിൽ കിടക്കുവാണല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ നീ ജയിപ്പിക്കണം, എൻ്റെ സഞ്ചാരി മാതാവേ നീ അവിടെ ചെല്ലണം, എന്നെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എൻ്റെ ലിസണിങ്ങിൻ്റെ മൊഡ്യൂൾ കൊടുക്കുകയാണ്. അടുത്തത് വരുന്നു റീഡിങ്ങിന് വന്നപ്പം എനിക്ക് ഇതുവരെ എൻ്റെ എല്ലാ റീഡിങ്ങിനും എനിക്ക് ടഫായിട്ടുള്ള ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ 15 മിനിറ്റിൽ 20 ക്വസ്റ്റ്യൻ ഞാൻ ഇന്നേ വരെ ഫില്ല് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 18 എത്തുമ്പോഴേ ഞാൻ നിർത്തും, കാരണം സമയം കഴിയും, അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ വട്ടത്തെ, അതായത് ഉടമ്പടിക്ക് ശേഷം ഞാൻ പോയി എടുത്ത എൻ്റെ എക്സാമിൽ എൻ്റെ റീഡിങ്ങിന് കിട്ടിയപ്പം, ഞാനൊരു നേഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ NICUവിലാണ് 7 വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഞാൻ അഡൾട്ട് ICUവിലേക്ക് മാറിയത്. അപ്പം എനിക്ക് കിട്ടുന്ന എൻ്റെ റീഡിങ്ങിൻ്റെ ആദ്യത്തെ പാർട്ടെന്ന് പറയുന്നത് പോസ്റ്റ് നിയോനേറ്റൽ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വിത്തൗട്ട് റീഡിങ് ദ എക്സ്ട്രാക്ട് ഐ ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അപ്പം എനിക്ക് എൻ്റെ ദേഹം എല്ലാം അങ്ങ് കുളിര് കോരാൻ തുടങ്ങുകയാണ്. കർത്താവ് ഇത് എന്തൊരു അത്ഭുതം, എനിക്ക് എക്സ്ട്രാക്ട് വായിക്കേണ്ട, ഈ 15 മിനിറ്റ് ഒന്നും എനിക്ക് വേണ്ട ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതാൻ. കാരണം ദൈവം എനിക്ക് തന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് തന്നിരിക്കുന്നത് ഫുള്ള്. എന്നിട്ട് ഞാൻ ഫുൾ എഴുതി. അപ്പോൾ എനിക്ക് അടുത്ത ടെൻഷൻ, കർത്താവ് ഞാൻ എഴുതുന്നതിൻ്റെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ മതി അതിൻ്റെ ഫുൾ സ്കോർ പോകാനായിട്ട്. അപ്പോൾ അടുത്ത ടെൻഷൻ, എൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നീ തെറ്റിക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഫുൾ പകുതി എക്സ്ട്രാക്ട് ഞാൻ വായിക്കാതെ തന്നെ ഞാൻ എല്ലാത്തിൻ്റെ ആൻസർ എഴുതി. 15 മിനിറ്റ് മുമ്പേ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. 15 മിനിറ്റ് മുമ്പ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. ഒരു 10-250 പിള്ളേരുണ്ട് എൻ്റെ കൂടെ എഴുതാൻ. ഞാൻ എല്ലാവരെയും ഇങ്ങനെ നോക്കണം, എല്ലാവരും എടുത്താണ്, ഞാൻ മാത്രം ആദ്യം എഴുതി കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അതിനുശേഷം B പാർട്ടും C പാർട്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ A പാർട്ട് കണ്ടപ്പോഴേ എനിക്കറിയാം ഇത് എൻ്റെ ദൈവം എനിക്കായിട്ട് ഒരുക്കി തന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞ് റൈറ്റിംഗ് വന്നു, കുഴപ്പമില്ല. സ്പീക്കിങ്ങിന് ഏറ്റവും അവസാനത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു ഞാൻ. 5-5:30 മണിയായി എൻ്റെ സ്പീക്കിങ്ങിന് എടുത്തപ്പം. അപ്പോഴത്തേക്കിന് ഈ 250 കാൻഡിഡേറ്റ്സിൻ്റെ സ്പീക്കിംഗ് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, കർത്താവേ ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ ഇതെല്ലാം കേട്ട് തളർന്നിട്ടുണ്ടായിരിക്കും, അവരെനിക്ക് വേണ്ട റെസ്പോൺസ് തരുമോ, അവരെനിക്ക് വേണ്ട കാര്യങ്ങളിൽ റെസ്പോണ്ട് ചെയ്യുമോ, എങ്ങനെയായിരിക്കും? ഒരു 2-way കോൺവെർസേഷൻ ആണല്ലോ ഈ സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിരിക്കട്ടെ, അവരിപ്പം, അതായത് പുതുതായിട്ട് അങ്ങോട്ട് വന്നിരുന്നത് പോലെ ഭയങ്കര എന്നെക്കാളും ആക്റ്റീവാണ് അവർ. അങ്ങനെ എൻ്റെ സ്പീക്കിങ്ങും കഴിഞ്ഞു. അപ്പം മമ്മി എൻ്റെ അടുത്ത് ഇറങ്ങിയപ്പോൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു മോനെ എക്സാം? അപ്പം ഞാൻ ലിസണിങ്ങിൻ്റെ ഇത് വെച്ച് ഞാൻ പറഞ്ഞു, മമ്മി നല്ല പാടായിരുന്നു. അപ്പം എൻ്റെ അനിയൻ വീണ്ടും പൊട്ടി, അടുത്ത 35,000 പോകാറായി. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ലടാ ഈ വട്ടം എനിക്ക് കിട്ടിയിരിക്കും. അപ്പോൾ അവനൊരു കുറച്ച് കിട്ടിയില്ലെങ്കിൽ സാരിയില്ല, നീ അയർലൻഡിൻ്റെ പ്രോസസ്സ് അങ്ങ് തുടങ്ങി, നീ അയർലൻഡിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും അല്ലടാ, അതിൻ്റെ ഒന്നും ആവശ്യം ദൈവം വരുത്തത്തില്ല, നീ കണ്ടോ എൻ്റെ റിസൾട്ട് വരുമ്പോഴെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ടിനുള്ള വെയിറ്റിംഗ് ആയി. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ചോദിക്കാൻ തുടങ്ങി, എന്താ ഓടി. എല്ലാവരോടും ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, ഞാൻ ജയിക്കുമെന്ന്. എൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ കൃപാസനത്തിൻ്റെ, ഈശോയുടെയും മാതാവിൻ്റെ അത്ഭുതങ്ങൾ വെച്ച് ഞാൻ ഭയങ്കര കോൺഫിഡൻസിനാണ് എല്ലാവരോടും പറയുന്നത്, ഞാൻ ഉറപ്പായിട്ടും ജയിച്ചിരിക്കുമെന്ന്. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായി.
അപ്പോൾ എനിക്ക് ഒരു വല്ലാത്ത ടെൻഷൻ കയറി. ദൈവമേ, ഞാൻ എല്ലാവരോടും ഭയങ്കര ആത്മവിശ്വാസത്തിൽ പറഞ്ഞു, ഞാനെങ്ങാനും ഇനി തോക്കുമോ എന്നുള്ളൊരു ചിന്ത ഒരു സൈഡിൽ കൂടെ വരാൻ തുടങ്ങി. എന്നാലും എനിക്കറിയാം ഇല്ല. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഇതുണ്ടല്ലോ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് കളിക്കുമല്ലോ. പക്ഷേ റിസൾട്ട് വന്നു നോക്കിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ റീഡിങ്ങിനാണ്. എനിക്ക് എല്ലാ മൊഡ്യൂൾസിലും എനിക്ക് എൻ്റെ ദൈവം ബി ഗ്രേഡ് തന്നു. ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ റാലി ആകണ്ട ജപമാല റാലിയുടെ അന്നായിരുന്നു എൻ്റെ എക്സാം, ഒക്ടോബർ 28. അപ്പോൾ ഇവിടെ വന്ന് ആ റാലി പങ്കെടുക്കണമെന്ന് എനിക്കും എൻ്റെ മമ്മിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമുക്ക് നടന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ അന്നല്ലേ എൻ്റെ എക്സാം, നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ നമുക്ക് റാലിയിൽ പങ്കെടുത്താൽ പോരെ. അപ്പോഴാണ് നവംബർ 3 നമ്മുടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ റാലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഞങ്ങൾ പരിമല വരെ നടന്നുപോയി. അപ്പോൾ ദൈവത്തോട് പറഞ്ഞു, റാലിയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവം അത് സാധിച്ചു തന്നു. അങ്ങനെ ഈ റിസൾട്ട് വന്നു, പാസ്സായി. അപ്പോൾ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമല്ലോ. അങ്ങനെ ഇങ്ങോട്ട് നമുക്ക് റിൻസിനി പാസ്സായില്ലേ, ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അപ്പം തന്നെ ഉടനടി കാര്യങ്ങൾ നടക്കുകയാണ്. ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്, കൊടുക്കുന്നോ? ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ അവർ വിളിക്കുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു. ഇൻ്റർവ്യൂവിന് മുമ്പായിട്ട് ഞാൻ ഉപ്പും മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു, കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനിരിക്കുന്നത്. ഇൻ്റർവ്യൂവിന് അവരാണെങ്കിൽ ഒരു ലിസ്റ്റൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരും, ക്വസ്റ്റ്യൻസ് ഇന്നതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ബി പ്രിപ്പയർ എന്നും പറഞ്ഞുകൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ആദ്യമേ പറയും. അപ്പം നമ്മളെന്നാ ഇതൊക്കെ വായിച്ചിരിക്കുകയാണ്. അപ്പോഴെൻ്റെ അടുത്ത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത്, നീ ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട, നീ വേറെ ഇരുന്ന് പഠിച്ചോ, കാരണം ഇതിൽ നിന്നൊന്നും വരാൻ പോകുന്നില്ല. അതെനിക്ക് ഉറപ്പാണ്. എന്നോട് പറഞ്ഞു തരുന്നത് ആരാ? എൻ്റെ ഈശോയും മാതാവാണ് എന്നോട് പറയുന്നത്. അപ്പം ഞാൻ അവർ തരുന്ന എല്ലാ ലിസ്റ്റും വായിച്ചൊന്ന് നോക്കി, ഇങ്ങാണ് അതിന് ചോദിച്ചാൽ നമ്മൾ പറയാൻ ഏബിൾ ആയിരിക്കണമല്ലോ. അതിനുശേഷം ഞാൻ അല്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ICU ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ വിളിച്ചു. അവർ ആദ്യം നല്ല രീതിയിലായിരുന്നു സംസാരിച്ചൊക്കെ തുടങ്ങിയത്. ഒരു ഇൻ്റർനെറ്റ് ഡിസ്റ്റർബൻസോ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അവർ ചോദിച്ചത് തന്നെ ആദ്യം തന്നെ ICU ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ആ ലിസ്റ്റിലുണ്ടായിരുന്നതല്ല, എല്ലാ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ മാതാവിനോട് ഈശോനോടും പ്രാർത്ഥിച്ചായിരുന്നു, ദൈവമേ ഒരു 5 ക്വസ്റ്റ്യൻ അതിൽ കൂടുതൽ അവരെന്നോട് ചോദിക്കില്ലേ. അത്ഭുതം എന്ന് പറയട്ടെ, 5 ക്വസ്റ്റ്യൻ അല്ലാതെ അവർ അതിൽ കൂടുതലും ചോദിച്ചില്ല. പക്ഷേ എല്ലാം ഔട്ട്സൈഡ് തന്നിരുന്ന ലിസ്റ്റിൽ നിന്ന് ഔട്ട്സൈഡിലോട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവർ ചോദിച്ചത്. ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യും, കാരണം ഞാൻ നോക്കി വെച്ചിരുന്ന കുറേ കാര്യങ്ങളായിരുന്നു ദൈവം എനിക്ക് ക്വസ്റ്റ്യനായിട്ട് തന്നിരുന്നത്. അതിനുശേഷം അടുത്ത കടമ്പയാണ്, ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓക്കെ, അടുത്ത കടമ്പയാണ് നമ്മൾ CBT പാസ്സാവുക എന്നുള്ളത്. അപ്പം ഞാൻ CBTക്ക് കോഴ്സിനൊക്കെ ചേർന്നു. അപ്പം കുറേ അവരിങ്ങനെ PDF അയച്ചു തരും, ഇന്ന ക്വസ്റ്റ്യങ്ങളായിരിക്കും വരുന്നതെന്ന്. അങ്ങനെ ഒരു 2000-ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇങ്ങനെ വായിച്ച് നോക്കുന്നു. ഓക്കെ, നമ്മൾ റെഡിയാണ് എക്സാം എഴുതാൻ. അപ്പം എനിക്ക് സ്ലോട്ട് കിട്ടുന്നത്, അപ്പോൾ ഇവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നിൻ്റെ ക്വസ്റ്റ്യൻസ് നീ ആൻസർ പറയുന്ന രീതി എല്ലാം നല്ലതായിരുന്നു, നീ എത്ര രൂപയാണ് നിൻ്റെ സാലറി നീ എക്സ്പെക്ട് ചെയ്യുന്നതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്നുള്ള ഒരു ചോദ്യം ആയതുകൊണ്ട് എൻ്റെ വായിൽ ഒന്നും വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല, എനിക്ക് നിങ്ങളുടെ ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ അറിയാം. അപ്പം നിങ്ങൾ ഏറ്റവും നല്ല പേയ്മെൻറ്റാണ് നിങ്ങളുടെ സ്റ്റാഫിന് കൊടുക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാനതിൽ ഏറ്റവും ബെസ്റ്റാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, നിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നീ ഒരു സാലറി പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു എമൗണ്ട് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാമെന്നും പറഞ്ഞ് അവർ ഫോൺ വെച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ CBTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. CBTയുടെ സ്ലോട്ട് കിട്ടുന്ന അങ്ങ് ബാംഗ്ലൂരിൽ. അപ്പം ഞാൻ ഈശോയോടും മാതാവിനോടും പറഞ്ഞു, മാതാവേ ഞാൻ അവിടെ വരെ പോയി തിരിച്ച് വരണം, അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, എനിക്ക് നീ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ എനിക്കൊരു സ്ലോട്ട് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്നതിൻ്റെ അന്ന്, എൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ ചുമ്മാ ഇരുന്ന് എൻ്റെ സെൻറ്ററുകളൊക്കെ നോക്കി. അപ്പം വേണ്ടടാ രാജഗിരിയിൽ ഒറ്റ സ്ലോട്ട് ഫ്രീ ആയി കിടക്കുന്നു. ഞാൻ അപ്പം തന്നെ, അതായത് രാവിലെ 10 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിൻ, 6 മണിക്ക് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ്, അതായത് 5:30 പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കായിട്ട് ദൈവം അവിടെ ഒരു സ്ലോട്ട് ഒഴിച്ചിട്ടിരുന്നു. ഞാനത് ബുക്ക് ചെയ്തു. ഞാൻ എറണാകുളം രാജഗിരിയിൽ പോയി എക്സാം എഴുതി. എക്സാം എഴുതാൻ ചെന്നപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഓക്കെ, CBT അങ്ങനെ ആരും ടഫാന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണ് CBT. ഓക്കെ, വലിയതായിട്ട് ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ, ആവശ്യത്തിനുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചാൽ പോകുന്നത്. എന്നിട്ട് ഞാൻ കയറുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. കാശുരൂപ എൻ്റെ കയ്യിൽ വെച്ചു, ഒരു നുള്ള ഉപ്പ് എൻ്റെ കയ്യിൽ ഞാനിങ്ങനെ ആരും കാണാതെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഞാൻ ന്യൂമറസിയും ക്ലിനിക്കലെന്നും പറഞ്ഞ് 2 പാർട്ടായിട്ടാണ് CBTയുടെ എക്സാം വരുന്നത്. അപ്പോൾ ന്യൂമറസി ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ 15 ക്വസ്റ്റ്യനേ ഉള്ളൂ അതിനകത്ത്. ആ 15 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നതാണ്. ഞാൻ വിത്തിൻ 2-3 മിനിറ്റ്സിൽ ഞാനത് ഫിനിഷ് ചെയ്തു. അടുത്ത നമ്മൾ ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. ക്ലിനിക്കലിൽ 100 ക്വസ്റ്റ്യനാണ്, 68 എണ്ണം ശരിയാക്കിയാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ. ഞാൻ ആദ്യം ഒന്ന് ആൻസർ ചെയ്യാതെ ചുമ്മാ ക്വസ്റ്റ്യൻസ്, 3 മണിക്കൂറത്തെ എക്സാം ആണല്ലോ ഇത്, അപ്പോൾ ആവശ്യത്തിനധികം സമയമുണ്ട്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും മാറ്റി നോക്കി. ഞാനിങ്ങനെ നോക്കുമ്പോഴെല്ലാം ഞാൻ വായിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇല്ല. 80% എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസാണ്, 20% മാത്രമേ ഉള്ളൂ. ഒരു 20 ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ ഈശോയോട് മാതാവിനോട് പറഞ്ഞു, കർത്താവ് ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്, എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നുമല്ല, ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ അത്ഭുതം എന്നിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്ന ഉപ്പ് ഞാൻ ആ കീബോർഡിലെല്ലാം ഇങ്ങനെ വിതറിയിട്ടിട്ട് ഞാൻ എക്സാം എഴുതുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണവും ചൊല്ലി, സ്വർഗ്ഗസ്നായ പിതാവും ചൊല്ലി, കൃപ നിറഞ്ഞ മറിയവും ചൊല്ലി,
ഞാൻ അങ്ങോട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, ദൈവമേ എനിക്കറിയാവുന്നത് ഇതാ ശരിയെന്ന് എനിക്ക് തോന്നുവാണ്, ഞാൻ അതേ കൊടുക്കത്തുള്ളൂ, എന്നെ പാസ്സാക്കിയേക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ തുടങ്ങി. 3 മണിക്കൂറത്തെ എക്സാം ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് ഫിനിഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് നമ്മൾ അവസാനം ഒരു അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയാലേ നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് അപ്പം തന്നെ റിസൾട്ടും അറിയാൻ പറ്റും ഇതിൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ ദൈവം ഇത് അക്സെപ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഫെയിലാണോ പാസ്സാകുമെന്ന് അറിയല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളിൽ നിന്ന് ഒരാളിങ്ങനെ പറയുകയാണ്, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് കൊടുത്തോ, നീ പാസ്സാവുമെന്ന്. അപ്പോൾ അത് കേട്ടതിൻ്റെ താമസം ഞാൻ അപ്പം തന്നെ ക്ലിക്ക് ചെയ്തു, വെളിയിലിറങ്ങി. അപ്പം തന്നെ അവർ പറഞ്ഞു, റിൻസിസം കം ടു കളക്ട് യുവർ റിസൾട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചാണ് പോകുന്നത്. റിസൾട്ട് വന്ന് തുറന്ന് നോക്കിയപ്പം 2നും പാസ്. അങ്ങനെ CBT കഴിഞ്ഞു. അടുത്താണ് എൻ്റെ ഓഫർ ലെറ്റർ വരുന്നില്ല. ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കിട്ടി, ഓഫർ ലെറ്റർ വരുന്നില്ല. സാലറിയും പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഓഫർ ലെറ്റർ വരാത്തതുകൊണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ 87 പേരായിരുന്നു അന്നത്തെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഞങ്ങൾ വെറും 28 പേർക്കാണ് സെലക്ഷൻ കിട്ടിയത്. അതിൽ 4 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഓഫർ ലെറ്റർ വന്നു. ആ 4ാമത്തെ ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അടുത്ത പ്രതിസന്ധി വരികയാണ് നമ്മുടെ മുമ്പിലോട്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വിശ്വാസം കൈവിടത്തില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ ഈശോയോട് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, സാരമില്ല, ഇച്ചിരി വൈകിയാലും കുഴപ്പമില്ല, പക്ഷേ നീ വൈകുമ്പം ഏറ്റവും നല്ലത് എനിക്ക് നീ തരുമോ എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ 24 പേര്, എല്ലാവരുമായിട്ട് അത്യാവശ്യം കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്. അവരെല്ലാം വന്നോ എന്ന് പറഞ്ഞ് ഓരോ ദിവസം നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്നില്ല എന്നുള്ള സ്ഥിരം മറുപടി. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയുടെ 90ാമത്തെ ദിവസം എത്താറായി. എന്നിട്ടും എൻ്റെ ഓഫർ ലെറ്റർ എനിക്ക് വരുന്നില്ല. പക്ഷേ ബാക്കിയുള്ള പ്രോസസ്സിംഗ് എല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഹോസ്പിറ്റലിലേക്കുള്ള. അപ്പോൾ അതിന് കുറേ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. നമ്മൾ കുറേ എഫേർട്ടൊക്കെ എടുക്കണം, കുറേ ഓടണം, അങ്ങനെയൊക്കെയുള്ള കാര്യം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഓഫർ ലെറ്ററും കൂടെ ഒന്ന് വന്നാൽ മതി. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ജനുവരി 20-ാം തീയതിയാണ് എൻ്റെ ഉടമ്പടി തീരുന്നത്. അപ്പം അച്ഛൻ്റെ എന്നും ചൊവ്വാഴ്ച ധ്യാനം നമ്മൾ യൂട്യൂബിൽ കൂടെ കേൾക്കും. അപ്പം ഒരു ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ കേൾക്കുകയാണ്, നിങ്ങളുടെ ഉടമ്പടി തണുക്കാൻ കാരണം നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ ദൈവത്തിലുള്ള വിശ്വാസം കുറയുമ്പോഴായിരിക്കും നിങ്ങളുടെ ഉടമ്പടി തണുക്കുന്നതെന്ന്. അപ്പം ഞാനിങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ ഉള്ളിലിങ്ങനെ പറയും ദൈവത്തോട്, ദൈവമേ ഞാൻ എന്താണ് ചെയ്തത്, എനിക്ക് ഇത് തണുക്കാനും വേണ്ടി ഞാൻ എന്താ ചെയ്യുക, എനിക്കറിയാം എനിക്ക് ഒരു യോഗ്യതയില്ല ഇതൊന്നും കിട്ടാൻ, പക്ഷേ എന്നിട്ടും നീ എന്നെ ഇവിടെ വരെ എത്തിച്ചു. എന്നിട്ട് എനിക്ക് ഭയങ്കര പ്രതീക്ഷയാണ് നീ എനിക്കിത് തരുമെന്ന്. പക്ഷെ 20ാമത്തെ ദിവസം എത്തിയിട്ട് ഒരു അനക്കവും ഇല്ല. അപ്പം ഞാൻ തലേ ദിവസം, അതായത് 19-ാം തീയതി രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ നാളെ 20 എൻ്റെ ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി തീരുക, എനിക്ക് തീരുന്നതിന് മുമ്പ് നീ എനിക്കൊരു ആൻസർ തരണം, എൻ്റെ ഓഫർ ലെറ്റർ വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. 3:30-ക്കും രാത്രി 3:30-ക്കും ഉച്ചയ്ക്ക് 3:30-ക്കും ഒക്കെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാൻ അതൊക്കെ മാറ്റി വെച്ച് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, ദൈവത്തോടും മാതാവിനോടും അടുത്തിരുന്ന് ഞാൻ അവരോടാണ് സംസാരിക്കുന്നത്. എൻ്റെ മമ്മിയോടും സഹോദരങ്ങളോടും പപ്പയോടും ഒക്കെ മിണ്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എൻ്റെ ക്ലോസ് എന്താ പറയുക, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ഈശോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ പേടിക്കാതെ എന്ന് പറയുവാണ്. അങ്ങനെ 20-ാം തീയതി ആയി. രാവിലെ 10 മണിക്ക് എനിക്കൊരു കോൾ വരികയാണ്. അതും വീഡിയോ കോളാണ് വരുന്നത്. ഞങ്ങൾ 4 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു വീഡിയോ കോൾ തന്നിരിക്കുകയാണ്, നിങ്ങളുടെ ഓഫർ ലെറ്റർ ഇന്ന് തരും എന്ന്. അവരതിന് തെളിവ് സഹിതമാണ് അവർ ഞങ്ങൾക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. വീഡിയോ കോളിൽ കാണിച്ചു തന്നിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ഏജൻസിക്ക് അയച്ചു കൊടുത്തിരിക്കുന്ന മെയിൽ ഞങ്ങളെ കാണിച്ചു തന്നു, ഇന്ന് ഈ ദിവസം നിങ്ങളുടെ ഓഫർ ലെറ്റർ വരുമെന്ന്. അപ്പോൾ ഞാൻ മമ്മിയോടും ആങ്ങളമാരോടും എല്ലാം ചെന്ന് പറഞ്ഞു, കണ്ടോ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ്, എൻ്റെ ഉടമ്പടി തണുത്തിട്ടില്ല, എൻ്റെ ഉടമ്പടി നല്ല ചൂട് തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഈശോ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ, ആ ദിവസം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഓഫർ ലെറ്റർ തന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ ചോദിച്ചതിലും ഒരു 10,000 രൂപ കൂടുതലാണ് എനിക്ക് എൻ്റെ ഈശോയും മാതാവും സാലറിയായി തന്നത്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് അത്രയും സാലറി കിട്ടുമെന്ന്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ഇത് അബദ്ധത്തിൽ വന്നു പോയതാണ്. പക്ഷേ ഓഫർ ലെറ്റർ വന്ന് സാലറി പാക്കേജ് നോക്കിയപ്പം 10,000 രൂപ, അതേ ഞാൻ ചോദിച്ചതിനേക്കാളും കൂടുതൽ. അപ്പം എനിക്ക് ഈ കാണുന്നവരോടും ഇത് കേൾക്കുന്നവരോടും അല്ലെങ്കിൽ ഈശോയെ മാതാവിനൊക്കെ അറിയാനിരിക്കുന്നവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം എനിക്കിപ്പം ഒരു 32 ഇയർ ആയി. എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും ഇതൊക്കെ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് തന്നിരിക്കും. കാരണം ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു, ടെമ്പററി ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോവുക. അങ്ങനെ ഞാൻ ദൈവത്തിൽ നന്നായി വിശ്വസിക്കുന്ന ഒരാളായിരുന്നിട്ട് കൂടിയും ഞാൻ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വളരെ വളരെ ടെമ്പററിയാണ്. ആരും നമ്മുടെ കൂടെ, ഈ നിൽക്കുന്ന മമ്മി പോലും ചിലപ്പോൾ നാളെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കത്തില്ല. എനിക്ക് എല്ലാവരും ഉണ്ട്, പപ്പയുണ്ട്, മമ്മിയുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്, ഫ്രണ്ട്സുണ്ട്. ഈശോ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ തന്നിട്ടുണ്ട്. എന്ത് വേണമെങ്കിലും തേച്ചിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന അത്രയ്ക്കും നല്ല ഫ്രണ്ട്സിനെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ഇവരിലൊന്നുപോലും അല്ല എൻ്റെ ആശ്രയം. എൻ്റെ ആശ്രയം ഫുൾ എൻ്റെ ഈശോയിലാണ്, എൻ്റെ മാതാവിലാണ്. അപ്പം ഞാൻ ഇനി ദൈവത്തെ അറിയാനിരിക്കുന്നവരോട് ഞാൻ തുറന്ന് പറയുകയാണ്, നിങ്ങളെല്ലാത്തിനേക്കാളും ഉപരിയായി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ട് ദൈവം നിറയ്ക്കും. ഞാൻ ഒരു യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ കൊണ്ട് നിർത്തി ദൈവം ഒരു സാക്ഷ്യം പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നെക്കാളും യോഗ്യത ഉള്ളവരായിരിക്കുമല്ലോ ഇവിടെ ഇരിക്കുന്നതും അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഒക്കെ. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും എന്തായാലും ഒരു അത്ഭുതം നിറഞ്ഞിരിക്കും. അതുപോലെ തന്നെ
എനിക്ക് ലണ്ടനിൽ കിട്ടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഫുള്ള്. എൻ്റെ ഓഫർ ലെറ്റർ വന്നപ്പം കറക്റ്റ് ലണ്ടനിൽ തന്നെയായിരുന്നു എൻ്റെ ഹോസ്പിറ്റലിൽ എനിക്ക് അവർ തന്നിരുന്നതിൽ ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ് എനിക്ക് ജോലിയും കിട്ടിയത്. അതുപോലെ തന്നെ എൻ്റെ പപ്പ ദൈവവിശ്വാസിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ കൃപാസനത്തിൽ വരുന്നതും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും പുള്ളിക്ക് തീരെ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഞാനും മമ്മിയും ധ്യാനം കയറുന്നത്, ഞങ്ങൾ രാവിലെയും വൈകിട്ട് ഇരുന്ന് ഈ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടി എല്ലാത്തിനും പുള്ളിക്ക് അങ്ങ് എതിർപ്പാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തെ മനസ്സറിഞ്ഞ് ഞങ്ങൾ വിളിച്ചാൽ മതി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറേ പേരെന്നോട് ഇങ്ങനത്തെ ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയൊന്നും വേണ്ട, ഉടമ്പടി എടുക്കുന്ന എന്തോ വലിയ വേറെ എന്തോ കാര്യമാണെന്നാണ് എല്ലാവരുടെയും ചിന്ത. അല്ല, ദൈവത്തിനോട് നമ്മൾ കുറച്ചും കൂടെ അടുക്കുന്നു, അത്രേ ഉള്ളൂ ഈ ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം പപ്പ ഇങ്ങനെ പറയുമ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെ എതിർത്ത് പറയായിരുന്നു. പപ്പയ്ക്ക് അതിൻ്റെ മഹാത്മ്യം മനസ്സിലാവാത്ത, അനുഭവം വരുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ. ഓരോന്നൊക്കെ ഇങ്ങനെ എതിർത്ത് പറയും. പിന്നെ ഞങ്ങളത് പറയാണ്ടായി, ഞങ്ങൾ പ്രതികരിക്കാണ്ടായപ്പം പപ്പായും പിന്നെ ഞങ്ങളോട് ഇങ്ങനെ സംസാരമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഇത് നിർത്താം, എൻ്റെ മരണം വരെയും എനിക്ക് ദൈവം ആരോഗ്യം തരുന്ന സമയം വരെയും ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കും, എൻ്റെ മമ്മിയും ഉടമ്പടിയിലായിരിക്കും. ഞങ്ങളത് വിട്ട് കളയില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ, എൻ്റെ അനിയൻ്റെ ജീവിതത്തിൽ, എൻ്റെ കാര്യത്തിൽ, എൻ്റെ കൂട്ടുകാരുടെ കാര്യത്തിൽ, അങ്ങനെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത്ഭുതങ്ങൾ നടന്നുകൊണ്ട് മാത്രമല്ല, ദൈവസ്നേഹം ശരിക്കും അറിയാൻ പറ്റിയതിൻ്റെ ഒരു ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ദൈവത്തോട് അടുക്കണം, ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അടുക്കുക. എൻ്റെ പപ്പയുടെ കാര്യം പറയാൻ വന്നത്, പപ്പായ്ക്ക് അങ്ങനെ അസുഖങ്ങളൊന്നും വരുന്ന ഒരാളല്ല. ഞാൻ എൻ്റെ ഒരു അറിവിൽ എൻ്റെ പപ്പ അസുഖം പിടിച്ച് കിടക്കുന്നത് ഞാനങ്ങനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ എക്സാമിൻ്റെ സമയത്താണ് ദേ കിടക്കുന്ന പപ്പായ്ക്ക് ഒരു സ്ട്രോക്ക്. അപ്പോൾ പപ്പായുടെ ഞാനും അനിയനും കൂടെ എന്തോ സാധനം വാങ്ങിക്കാൻ വെളിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് മമ്മി ഇതുപോലെ വരുന്നു, പപ്പ എന്തൊക്കെയോ അസ്വസ്ഥത കാണിക്കുന്നു, വേഗം വരാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പം എനിക്ക് സിംറ്റംസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ തോന്നി ഇതൊരു സ്ട്രോക്കിൻ്റെ ഇതായിരിക്കുമല്ലോ എന്ന്. അപ്പോൾ ഞാൻ പക്ഷേ പപ്പയോട് പറഞ്ഞ ലക്ഷം മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി ഇതായിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മമ്മിക്ക് ഒന്നുകൂടെ ടെൻഷനായിട്ട് മമ്മി ഓടിപ്പോയി ഉടമ്പടി തൈലും കാശുരൂപവും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് മമ്മി തേച്ച് തലയിലും പപ്പയുടെ റൈറ്റ് കൈക്കായിരുന്നു വീക്ക്നെസ് ഫുള്ള്. എന്നിട്ട് ഇവിടെ എല്ലാം പേര് അതോടൊന്നും ഒന്നും അറിയാൻ പറ്റുന്നില്ല, സംസാരമൊക്കെ കോടാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാന്ന് പറയും. അപ്പം ഞങ്ങളുടെ പൈസ ഇല്ല, എന്ത് ചെയ്യും? ഞാനെന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോ എൻ്റെ പൈസ ഇല്ലല്ലോ എൻ്റെ പപ്പായെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട്, എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണേ. ഞാൻ പോകുമ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. മമ്മി എന്നിട്ട് ഇത് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പപ്പയോട് പറയും, നിങ്ങൾ വിശ്വസിക്കുക, എന്നാലേ നിങ്ങൾക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കത്തുള്ളൂ. എന്നിട്ട് ഞാനന്ന് പോകുന്ന വഴിക്ക് എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്, എൻ്റെ പപ്പയ്ക്ക് ഒരു ആപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് മമ്മിയുടെ ആങ്ങളെ വിളിച്ചിട്ട്, മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നേരെ പുഷ്പഗിരിക്ക് വിട്ടോ, നിനക്ക് വേണ്ട പൈസ ഞാൻ അയച്ചു തരാമെന്ന്. അപ്പം ഈശോയും മാതാവ് എനിക്ക് മുന്നേ അവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞു, ഞാൻ അപേക്ഷിക്കുന്നതിന് മുന്നേ അവരവിടെ പ്രവർത്തിച്ച് കഴിഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കോള് വരുന്നത്, എനിക്ക് ഇങ്ങോട്ട് പൈസ തരാമെന്നും പറഞ്ഞു. അങ്ങനെ പപ്പായും കൊണ്ട് പോയി, ഒരു മുടക്കം കൂടാതെ എല്ലാം നേരെ ചെന്നു MRI ചെയ്തു. MRI റിപ്പോർട്ട് വന്നപ്പോഴേ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു മൈൽഡ് ഇസ്കീമിക് സ്ട്രോക്കാണ്, നമുക്ക് ഇപ്പം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ റെയർ ആയിട്ടാണ് ഇങ്ങനെ മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യകത വരാത്തത്. അപ്പം എൻ്റെ മനസ്സിലറിയാമല്ലോ ഈശോയും മാതാവും പപ്പായുടെ ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പപ്പായ്ക്ക് അത് വലിയൊരു ഇതായി മാറാഞ്ഞെന്ന്. എന്നിട്ട് ഞങ്ങൾ ഒരാഴ്ച അവിടെ കിടന്നു. അപ്പോൾ എൻ്റെ എക്സാമിൻ്റെ സമയമാണ് ഈ ഒരാഴ്ച, എനിക്ക് ഒരാഴ്ച കൂടെ ഉള്ളൂ എൻ്റെ എക്സാമിനും. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, പപ്പയുടെ കൂടെ ഇരിക്കണമല്ലോ, ഞാനിരിക്കുന്ന പപ്പായ്ക്ക് ധൈര്യമാണ്. അപ്പം ഞാനിരുന്നിട്ട് പപ്പയുടെ അടുത്തിരുന്ന് OIT പ്രിപ്പറേഷൻസ് എല്ലാം, അപ്പോൾ കൂടെയുള്ള നഴ്സുമാരെല്ലാം ചോദിക്കും OIT പഠിക്കുവാണല്ലേ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ആ കട്ടിലിരുന്ന് എൻ്റെ സമയം ഞാൻ പാഴാക്കുന്നില്ല, ഞാൻ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നതിൻ്റെ കൂടെ നന്നായിട്ട് ദൈവത്തെയും മുറുക്കെ പിടിച്ചു. ഞാൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ, അപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ വരാൻ ലേറ്റ് ആയല്ലോ, പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വിസയ്ക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിരുന്നു. അതിനൊന്നും എനിക്ക് ദൈവം ഒരു തടസ്സവും വരുത്തിയില്ല. ചോദിക്കുമ്പോൾ എല്ലാ ഹോസ്പിറ്റലും, ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പേപ്പറുകൾ എനിക്ക് കിട്ടി, കോളേജിൽ നിന്ന് പേപ്പറുകൾ കിട്ടി, ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈശോയോടും മാതാവോടും പറഞ്ഞു, ഓഫർ ലെറ്റർ വരാൻ എന്നെ ഇത്രയായിട്ട് വിഷമിപ്പിച്ചില്ലേ, ഇനി എൻ്റെ കാര്യങ്ങളൊന്നും തടസ്സം വരുത്തല്ലേ എന്ന്. ഞാൻ ഡോക്യുമെൻറ്റ്സ് കൊച്ചി VFS ഗ്ലോബലിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു. 3ാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം മിനിമം ഒരാഴ്ചയെങ്കിലും എടുത്തവരാണ്. പക്ഷേ എനിക്ക് എൻ്റെ 3ാമത്തെ ദിവസം എൻ്റെ വിസ കയ്യിൽ കിട്ടി. അത് കഴിഞ്ഞ് അതായിരുന്നു എൻ്റെ അവസാന സാക്ഷ്യം. പിന്നെ അതെ, ഞാനൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ഈശോയും മാതാവും അല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞേ ഞാൻ മാർച്ച് മാസം പോകുമെന്ന്. എന്നിട്ട് വിസ വന്നതല്ലാതെ ടിക്കറ്റ് വരുന്നില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട്, അതായത് സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥനയും ഈ സായാഹ്ന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയിലോട്ട് നോക്കിയപ്പം എനിക്ക് അവിടെ ഒരു 11 എന്നുള്ള നമ്പർ കാണിക്കുവാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച്, ഈ 11 ഞാൻ പോകുന്ന ഡേറ്റ് ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നാണ് ഞാൻ മമ്മിയോടും ആങ്ങളോടും പറയുന്നത്, അമ്മേ ഞാൻ മിക്കവാറും പോകുന്ന ഒരു 11-ാം തീയതി ആയിരിക്കും എന്ന് പറയുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഇതേ ടിക്കറ്റ് വന്നു. ഞാൻ ഈ മാർച്ച് 11-ാം തീയതിയാണ് എൻ്റെ ടിക്കറ്റ്. മാർച്ച് 11 വെളുപ്പിന് 4:30 ഞാൻ ഇവിടുന്ന് കയറുന്നത് ലണ്ടനിലേക്ക്. അപ്പം ഒരു യോഗ്യതയില്ലാത്ത എന്നെ, എൻ്റെ ആവശ്യങ്ങളിലെല്ലാം എനിക്ക് മുമ്പേ എൻ്റെ ദൈവം
നടത്തി തന്നു. എൻ്റെ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് പേടിയോ ഭയമോ എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബൈബിൾ എടുക്കുക, തുറക്കുക. ആദ്യത്തെ എന്താണോ എനിക്ക് കിട്ടുന്നത് അത് എന്നോട് ദൈവം പറയുന്ന വചനമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം ഞാൻ ഇതുപോലെ റിസൾട്ട് വരുന്നതിന് ഇങ്ങനെ പേടിച്ചിരുന്ന് തുറന്നപ്പം എനിക്ക് സങ്കീർത്തനം 34 കിട്ടുന്നത്. സങ്കീർത്തനം എന്നെപ്പോലെ പേടിയും ഭയവും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പേടിയും ഭയമുള്ള എല്ലാവരും സങ്കീർത്തനം 34 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിൽ ഭയങ്കര ശക്തി തരുന്ന വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഫുള്ള് ഒരു വചനം പോലും ഇല്ല നമ്മളെ ശക്തീകരിക്കുന്ന വചനങ്ങളാണ് അതിൽ ഫുള്ള്. അപ്പം ഞാൻ പിന്നെ എൻ്റെ പപ്പ നല്ലൊരു മദ്യപാനിയായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ ജനിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ പപ്പ കുടിക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവർ തമ്മിൽ എപ്പോഴും വഴക്ക, കള്ളുകുടിച്ചതിൻ്റെ പേരിൽ. മമ്മിക്ക് ഇഷ്ടമല്ല പപ്പ കുടിക്കുന്നത്, പക്ഷേ പപ്പ വിട്ട് കുടിക്കാതിരിക്കത്തുമില്ല. അപ്പം മമ്മിയുടെ ഉടമ്പടിയിൽ വെച്ച എല്ലാ കാര്യങ്ങളും തന്നെ മമ്മിയുടെ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് പപ്പായുടെ മദ്യപാനം എന്ന് പറയുന്നത്. അത് 35 വർഷമായി പപ്പ കള്ളു കുടിക്കാൻ തുടങ്ങി. അങ്ങനെ മമ്മി ഉടമ്പടി വെച്ച് ഡെയിലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ഒരു വർഷമായി, അതായത് മമ്മി ഉടമ്പടി തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ മേലെയായി. അപ്പം അമ്മയുടെ ആദ്യത്തെ ഉടമ്പടി തന്നെ അത് ദൈവം സാധിച്ചു കൊടുത്തു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ പപ്പ കുടിക്കണം. കയ്യിൽ കാശുണ്ടെങ്കിൽ പോലും കക്ഷി പോകാറില്ല കള്ളു കുടിക്കാൻ. ബാറിലും പോകാറില്ല, ബിവറേജിലും പോകാറില്ല കള്ളു കുടിക്കാൻ. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രോഗികളെ പോയി കാണുമായിരുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ പോകുമായിരുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ പോകും. എന്നിട്ട് അവിടെ ചെന്ന് അവരോടുകൂടി സമയം ചിലവഴിക്കും. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. സത്യം പറഞ്ഞാൽ അവർക്ക് ആഹാരമോ അല്ലെങ്കിൽ വേണ്ട വസ്ത്രങ്ങളോ പൈസയോ ഒന്നുമല്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവർ നമ്മളോട് സംസാരിക്കാൻ കാണിക്കുന്ന ഇൻട്രസ്റ്റ് കാണുമ്പോൾ അറിയാം അവരെല്ലാം ഭയങ്കരമായിട്ട് ലോൺലിനെസ് അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഒരാളെ കിട്ടണം സംസാരിക്കാൻ. അപ്പം ഞാനും മമ്മിയും പോയി അവരുടെ കൂടെ കുറേ സമയം ചിലവഴിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അവരുടെ സങ്കടങ്ങൾ കേൾക്കുക, അവരുടെ ആവശ്യങ്ങൾ കേൾക്കുക. എല്ലാവരും ചെയ്യണം കേട്ടോ. ആരും ഇല്ലാത്തവരൊക്കെ അടുത്ത് പോയി, നമുക്ക് ആരും ഇല്ലാണ്ട് വരുമ്പോഴേ നമുക്ക് ആ വേദന മനസ്സിലാവത്തുള്ളൂ. അപ്പം പറ്റുന്നവരൊക്കെ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം. പിന്നെ ഞങ്ങളുടെ ഉള്ളതുപോലെ ഞങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു വീതം ഞങ്ങൾക്ക് വേണ്ടവരെ കാണുന്ന ആരെ കണ്ടാലും ഇന്ന ആൾക്ക് ഇവർക്ക് ഇച്ചിരി സഹായം വേണ്ടവരാ, വീട്ടിൽ വരുന്നവരാവട്ടെ അല്ലെങ്കിൽ പുറത്ത് പോകുന്നവരാവട്ടെ, എവിടെ പോയാലും ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങളവരെ സഹായിക്കാറുണ്ട്. പൈസയാണെങ്കിലും ആഹാരമായിട്ടാണെങ്കിലും. ഇനിയും മുമ്പോട്ട് ദൈവം നമുക്കൊരു അനുഗ്രഹം തരുമ്പം നമ്മൾ ഇതൊന്നും മറന്നു പോകാതെ, ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ നീ എന്നെ ഉയർത്തുമ്പം പക്ഷേ ഞാൻ വന്ന വഴി എന്നെ നീ മറപ്പിക്കരുത്. ഞാൻ അങ്ങനെ ഒരു അഹങ്കാരിയായി മാറരുത്. എപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായം എല്ലാവർക്കും ചെയ്യാൻ, ആവശ്യമുള്ളവരെ എല്ലാവരെയും സഹായിക്കാൻ എന്നെ നീ ഇടയാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്.